അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. ഇൻഷാ അല്ലാഹ് 5-ാമത്തെ ആയത്ത് മുതൽ നമുക്കൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ ലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا. ഓക്കെ, തജ്വീദ് നിയമം ഒന്ന് നോക്കാം കേട്ടോ. മാലഹും, ഇവിടെ നോക്കൂ, മീമിന്റെ മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ട് അല്ലേ. നമ്മളെപ്പോഴും പറയൽ എന്താണ്, മീമിന്റെ മുകളിൽ ശ്രദ്ധ വന്നാൽ നന്നായിട്ട് മണിക്കണം എന്ന് പറയില്ലേ. പക്ഷെ ഒരായത്തിന്റെ ആരംഭത്തിൽ ഇതുപോലെ മീമിന് ശ്രദ്ധ വരികയാണെങ്കിൽ നമ്മളവിടെ മണിക്കേണ്ടതില്ല കേട്ടോ. ഓക്കെ, ഇവിടെ മദ് വന്നിട്ടുണ്ട്, അവിടെ രണ്ടനക്കം നീട്ടിക്കൊടുത്താൽ മാത്രം മതി. കൂട്ടിച്ചേർത്ത് ഓതുമ്പോഴാണ് മീമിനെ നന്നായിട്ട് മണിച്ചോതുക കേട്ടോ. ഓക്കെ, രണ്ടനക്ക നീട്ടിക്കൊടുക്കുക കേട്ടോ. മാലഹും ബിഹി, ഇവിടെ മീമിന് ശേഷം സക്കിനായ മീമ് വന്നിട്ടുണ്ട്, മീമിന് ശേഷം ബ വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ മീമിൻ്റെ ഒരു നിയമമാണ്. ഇവിടെ ലഹും എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഓതണമെങ്കിൽ മീമിൻ്റെ മുകളിൽ സുക്കൂന് വേണം. പക്ഷെ ഇവിടെ മീമിൻ്റെ മുകളിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് സുക്കൂന് കാണുന്നില്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ മറച്ച് മണിച്ച് ഓതണം, ഇഖ്ഫാ ചെയ്യണം. ലഹും എന്ന് ഓതാതെ മറച്ചു പിടിച്ച് മണിച്ചോതുക. ലഹും ബിഹി, ലഹും ബിഹി എന്നിങ്ങനെ കേട്ടോ. ഓക്കെ, ബിഹി ഹന് ശേഷം ഒരു ചിഹ്നം വന്നിട്ടുണ്ട്, ഇവിടെ രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. മിൻ, നൂന്റെ മുകളിൽ സുക്കൂന് നന്നായിട്ട് നമുക്ക് കാണുന്നുണ്ട്, അവിടെ ഇൽഹാർ ചെയ്യുക, വ്യക്തമാക്കിയിട്ട് മിൻ എന്ന് ഓതി കൊടുക്കണേ. മിൻ ഇൽമിൻ വലാ, തൻവീനു ശേഷം വൗ വന്നാൽ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. ഇങ്ങനെ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതുന്നതിന് നമ്മളൊരു പേര് പറയുമല്ലോ, എന്തായിരുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നു അല്ലേ. ഇദ്ഗാം ബിഒന്ന, ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക, ബിഒന്ന എന്ന് പറഞ്ഞാൽ മണിച്ചു കൂട്ടിച്ചേർക്കുക. ഇദ്ഗാം ബിഒന്ന, നോട്ട് ചെയ്ത് വെക്കേണ്ടവരൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. വല, ലാമിന്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കണേ. വലാ ലിആബാഇഹിം, ഇവിടെ ഈ രൂപത്തിൽ ലാമിന്റെ ഉള്ളിലായിക്കൊണ്ട് ഹംസ ഈ രൂപത്തിൽ വരികയാണെങ്കിൽ നമ്മൾ അവിടെ രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. എന്നിങ്ങനെ രണ്ടനക്കം നീട്ടി ഓതണേ. ലിആബാഇഹിം, ഇവിടെ വന്നിരിക്കുന്ന നിയമം മദ് മുത്തസിലാണ്. ഒറ്റപ്പദത്തിൽ മദ്ദിന് ശേഷം ഹംസ വന്നു, ഒറ്റപ്പദത്തിൽ മദ് മുത്തസിൽ 4-5 ഹറക്കത്ത് നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ഇവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്, ലിആബാഇഹിം, അവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. കൂട്ടിച്ചേർത്ത് ഓതണമെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതി പോവുകയും ചെയ്യാം. ലിആബാഇഹിം കബുറത് കലിമതൻ എന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതി പോവുകയും ചെയ്യാം കേട്ടോ. കബുറത്ത്, കാഫാണ്, കബുറത്ത് എന്ന് ഓതരുത്, കാഫിനൊരു ചെരിവ് വേണം കേട്ടോ ഓതുമ്പോൾ. കബുറത്ത്, കബുറ, റോ, കബുറത്തല്ല കബുറ, റോ ആണ്. ഓക്കെ, കബുറത്ത്, തന് സുക്കൂന് വരുമ്പോൾ ത് എന്ന് ഓതരുത്, ഒരു കാറ്റ് പോകുന്ന രൂപത്തിൽ വേണം ഓതാനായിട്ട്. പല്ലിൻ്റെ ഇടയിലൂടെ നമ്മുടെ പല്ലിൻ്റെ ഇടയിലൂടെ കാറ്റ് പോകുന്ന രൂപത്തിൽ ഓക്കെ. കബുറത്ത് കലിമതൻ, ഇവിടെയും കാഫിനൊരു ചെരിവ് ശ്രദ്ധിക്കണം കേട്ടോ. കലിമതൻ, ഇവിടെ തെൻവീന് വന്നിരിക്കുന്നത് നോക്കൂ, രണ്ടും ഒപ്പല്ല, ഒരുമിച്ചല്ല, സെപ്പറേറ്റ് ആണ്. അപ്പം നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്, ഇഖ്ഫാ ചെയ്യണം, മറച്ചു മണിച്ചോദണം. കലിമത്തൻ എന്നോതില്ല, കലിമതൻ, നാവ് മുകളിൽ തട്ടാതെ ചുണ്ടിൻ്റെയും പല്ലിൻ്റെ ഇടയിൽ ഒരു ക്യാപ്പ് ഇട്ടിട്ട് വേണം ഓതാനായിട്ട് കേട്ടോ. കലിമതൻ തഖ്റുജു, ഇന് സുക്കൂന് കൊടുക്കുമ്പോൾ ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. കാരണം കൽക്കലയുടെ ലെറ്റർ അല്ല, തഹ് ഇത്രയും മതി, ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി. തഖ്റുജു മിൻ, മിൻ നൂനിനെ വ്യക്തമാക്കുക,
സുക്കൂന് വ്യക്തമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇൽഹാർ ചെയ്യുക കേട്ടോ. ഇൽഹാർ എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തമാക്കി ഓതുക. മിൻ അഫ്വാഹിഹിം. അഫ് ഫഇന് സുക്കൂനുണ്ട്, അവിടെ ഹഫ് സുക്കൂന് കൊടുക്കുക. അഫ് അഫ് വാവിന് ഇവിടെ രണ്ടനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. അഫ്വാഹിഹിം. ഇവിടെയും നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിർത്തണമെങ്കിൽ നിർത്താം, കൂട്ടിച്ചേർത്ത് ഓതണമെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതി പോവുകയും ചെയ്യാം. ഓക്കെ. സാക്കിനായ നൂനിന് ശേഷം യ വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുന്നതിന് നമ്മളൊരു പേര് പറയുമല്ലോ. എന്തായിരുന്നു? മുകളിൽ നമ്മൾ പറഞ്ഞു അല്ലേ? ഇദ്ഗാം ബിഅന്ന. മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുക. ഓക്കെ. മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുന്നതിന് എന്താ പേര് പറയാ? ഇദ്ഗാം ബിഅന്ന. ഓക്കെ. യഖൂലൂന. ഇവിടെയൊക്കെ രണ്ടനക്ക നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. സാധാരണ മദ് മദ് വന്നിട്ടുണ്ട്. ഇല്ല. ലാമിന് ശ്രദ്ധയും ഉണ്ട്, മദ്ദും ഉണ്ട്. രണ്ടനക്ക നീട്ടുകയും വേണം, ഒന്ന് കനപ്പിക്കുകയും വേണം. ഇല്ല. കെദിബ. കെദിബ. രണ്ടനക്ക നീട്ടി ഓതി നിർത്തുക കേട്ടോ. വഖഫ് ചെയ്യുക കേട്ടോ. കാഫിന് ഒരു ചെരിവ് കൊടുക്കാൻ മറക്കരുത്. കെദിബ. ഓക്കെ. ആറാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. ഓക്കെ. തജ്വീദ് ഒന്ന് നോക്കാം. ഫലഅല്ലക. ഫലഅ. ഐന് നമ്മുടെ തൊണ്ടേൻ്റെ നടുക്ക് നിന്ന് വരുന്ന ലെറ്ററാണ്. ഐന് ശ്രദ്ധിക്കണം. ഫലഅല്ല. ലാമിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്. എന്ത് ചെയ്യുക? ഒന്ന് കനപ്പിക്കുക കേട്ടോ. ലക. കാഫിന് ചെരിവ് വേണേ, ശ്രദ്ധിക്കണം. ഫലഅല്ലക ബാഖിഉൻ. തെൻവീനു ശേഷം നൂന് വന്നാൽ, ഇവിടെ എന്താണ്? തെൻവീനു ശേഷം നൂന് വന്നാൽ നന്നായിട്ട് മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. ഇതിനൊരു പേര് നമ്മൾ പഠിച്ചില്ലേ? എന്താണ്? ഇദ്ഗാം ബിഅന്ന. മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുക കേട്ടോ. നഫ്സക. നഫ്സക അലാ ആസാരിഹിം. ഇവിടെ ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. ഇവിടെ ഏതാ നിയമം? എത്രയാണ് ദീർഘിപ്പിച്ച് ഓതേണ്ടത്? മദ് മുൻഫസിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ദീർഘിപ്പിക്കേണ്ട അളവ് 2 അനക്കം മുതൽ 4 അനക്കം വരെ നീട്ടി ഓതാവുന്നതാണ്. ഓക്കെ. ആസാരിഹിം. ഇവിടെയൊക്കെ സാധാരണ മദ്ദാണ് വന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ 2 അനക്കം നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. സാന്റെ ശബ്ദം എവിടുന്നാണ് വരുന്നത്? സ എന്ന് പറയുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ കാറ്റ്, പല്ലിൻ്റെ ഇടയിലൂടെ കാറ്റ് പോകുന്ന രൂപത്തിൽ വേണം സഇനെ ഉച്ചരിക്കാനായിട്ട്. ഹിം. ഹിം. ഇവിടെ വ്യക്തമായിട്ട് മീമിനെ വ്യക്തമാക്കുക കേട്ടോ. ആസാരിഹിം. ആസാരിഹിം. ഇല്ലം. ഇല്ലം. ഇവിടെ നൂനിന് ശേഷം ലാമു വന്നു. നമ്മൾ പഠിച്ചതാണ്. നൂനിന് ശേഷം ലാമു വന്നാൽ, ലാമ് റോ, ഈ 2 ലെറ്റേഴ്സ് വന്നാൽ, നൂനിനും തെൻവീനും ശേഷം ലാമോ റോ ഓ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ കൂട്ടിച്ചേർത്ത് ഓതണം. പക്ഷെ മണിക്കാൻ പാടില്ല. ഇതിനൊരു പേരും നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അല്ലേ? എന്തായിരുന്നു? ഇദ്ഗാം ബിലാ ഉന്ന. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത് ഓതുക. ബിലാ ഉന്ന. മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതുക. ഓക്കെ. നിങ്ങൾക്ക് പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ. പിന്നെയും നമ്മൾ ഓതുമ്പോൾ ഓർമ്മ വരാൻ നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. ഇല്ലം യുഅ്മിനു. ഇവിടെ മദ് 2 അനക്കം നീട്ടി കൊടുക്കണേ. യുഅ്മിനു. ഇവിടെ ഹംസന്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട്. യുഅ്മിനു എന്ന് പലരും ഓതാറുണ്ട്. യുഅ്മിനു എന്ന് ഓതരുത്. യുഅ്മിനു. ഹാഫ് സുക്കൂന് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ബിഹാദൽ ഹദീസി. ബിഹാദ. ഇവിടെ നീട്ടാനുണ്ട്, പക്ഷെ ഇവിടെ നീട്ടില്ല. കാരണം ഹംസത്തുൽ വസലിന്റെ മുന്നേ മദ്ദക്ഷരങ്ങൾ വന്നാൽ നീട്ടില്ല, കൂട്ടിച്ചേർത്ത് ഓതിപ്പോവും. ബിഹാദൽ ഹദീസി. കാറ്റ് പോകുന്ന രൂപത്തിൽ വേണം സഇനെ ഉച്ചരിക്കാൻ കേട്ടോ. ഹദീസി അസഫ. 2 അനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യാം കേട്ടോ. ഓക്കെ. അടുത്തതായിട്ട് 7ാമത്തെ ആയത്ത്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. തജ്വീദ് നോക്കാം.
ഇന്ന. നൂൻ്റെ മുകളിൽ ശബ്ദ വന്നിട്ടുണ്ട്, കൂടെ തന്നെ മദ്ദും ഉണ്ട്. നന്നായിട്ട് മണിക്കുകയും ചെയ്യാം, രണ്ടനക്കം നീട്ടുകയും ചെയ്യാം. ഇന്ന. ജഅൽന. ജഅൽന മാ. ഇവിടെയൊക്കെ സാധാരണ മദ്ദാണ്, രണ്ടനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. അലൽ അർദി. അലൽ അർദി. ദ്വാദ് ഉയർത്തി പറയേണ്ട ലെറ്ററാണ് ദ്വാദ്. വായ നിറച്ച് ഉയർത്തി പറയണം. അർദി. ഓക്കെ, അർദി. സീനതൻ ലഹ. യാ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്ക് നീട്ടി കൊടുക്കണേ. സീനതൻ ലഹ. തൻവീനു ശേഷം ലാമു വന്നാൽ, നമ്മൾ പറഞ്ഞു അല്ലേ, മുകളിലൊക്കെ പറഞ്ഞു, തൻവീനു ശേഷം ലാമ് അല്ലെങ്കിൽ റ, ഈ രണ്ട് ലെറ്റേഴ്സ് വന്നാൽ, നൂനിനോ തൻവീനോ ശേഷം ലാമു റ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതണം. സീനതൻ ലഹ. ഇവിടെ ഒരു പേരും പറയുമല്ലോ, എന്തായിരുന്നു? ഇത് ആ ബിലാ ഉന്ന, മണിക്കാതെ കൂട്ടിച്ചേർക്കുക എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ. ലിനബ്ലുവക്കും. ബഇന് ഫുള്ള് സുക്കൂന് കൊടുക്കുക കേട്ടോ, കൽക്കലയുടെ ലെറ്ററാണ്. ലിനബ്ലുവഹും. ലിനബ്ലുവഹും. ഇവിടെ വ്യക്തമായിട്ട് ഹും എന്ന് വ്യക്തമാക്കി കൊടുക്കുക കേട്ടോ, മീമിനെ വ്യക്തമാക്കുക. ലിനബ്ലുവഹും അയ്യുഹും. ഇവിടെയും ഹും വ്യക്തമാക്കണേ. അഹ്സനു അമല. ഹഫ് സുക്കൂന് കൊടുത്താൽ മതി, ഹന് ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. അഹ്സനു അമല. രണ്ടനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യണം കേട്ടോ. എട്ടാമത്തെ ആയത്ത് വഇന്നാ ലജാഇലൂന മാ അലൈഹാ സഈദൻ ജുറുസ. ഓക്കെ, തജ്വീദ് ഒന്ന് നോക്കാം. വാവിനെ റൗണ്ടാക്കി പിടിക്കണം, സർക്കിളാക്കിയിട്ട് വട്ടത്തിലാക്കിയിട്ട് വേണം വാ ഉച്ചരിക്കാനായിട്ട്. ഓക്കെ. നൂന് ശബ്ദ വന്നിട്ടുണ്ട്, കൂടെ തന്നെ മദ്ദും ഉണ്ട്. നന്നായിട്ട് മണിക്കുക, രണ്ടനക്കം നീട്ടുക. ലജാഇലൂന. ഇവിടെയൊക്കെ രണ്ടനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. ലജാഇലൂന മാ അലൈഹ. ഇവിടെയൊക്കെ രണ്ടനക്കം നീട്ടി കൊടുക്കാൻ മറക്കരുത്. മാ അലൈഹ. ഐന് ശ്രദ്ധിക്കുക, അലൈഹ ആ ആയി പോവരുത്. അലൈഹ സഈദ. സ്വാദ് സ്വാ ഉയർത്തി പറയണം കേട്ടോ. സഈദ. സഈ. യാ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി കൊടുക്കുക. സഈദ. ദൻ എന്ന് നമ്മൾ പറയില്ല അല്ലേ, കാരണം എന്താണ്? രണ്ടും ഒപ്പല്ല ഫഥ വന്നിട്ടുള്ളത്. അപ്പം എന്ത് ചെയ്യണം? അവിടെ ഇഖ്ഫ ചെയ്യണം, മറച്ചു മണിക്കണം, മറച്ചു മണിച്ചോദണം. സഈദൻ എന്ന് പറയാതെ സഈദൻ ജുറുസ. ജുറുസ. ഇവിടെ രണ്ടനക്കം നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.